അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, ഒരു ദിവസം ഈ ലോകം നമ്മെ വിട്ടുപോകും. നാം സ്നേഹിച്ച വീടുകളും വാഹനങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം പിന്നിലാകും. പക്ഷേ ഒരു ചോദ്യം: മരണം കഴിഞ്ഞ് നമ്മുടെ ആദ്യ രാത്രി എങ്ങനെയായിരിക്കും? ഖബറിൽ നമ്മെ എന്താണ് കാത്തിരിക്കുന്നത് എന്നൊക്കെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഖുർആനും ഹദീസും അടിസ്ഥാനമാക്കി മനുഷ്യൻ മരിച്ച ശേഷം മുതൽ ഖബറിലെ അവസ്ഥ വരെ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദമാക്കി മനസ്സിലാക്കാം. വീഡിയോ അവസാനം വരെ കാണുക, കാരണം ഈ അറിവ് നമ്മുടെ ജീവിതം മാറ്റിമറിച്ചേക്കാം. 1. ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുന്ന നിമിഷം. മരണസമയം എത്തുമ്പോൾ മലക്കുകൾ മനുഷ്യൻ്റെ അടുക്കൽ വരും. വിശ്വാസിയായ ഒരാളുടെ ആത്മാവിനെ മലക്കുകൾ സ്നേഹത്തോടെ സ്വീകരിക്കും. പക്ഷേ പാപത്തിൽ ജീവിച്ച ഒരാളുടെ ആത്മാവ് കഠിനമായി പുറത്തെടുക്കപ്പെടും. ആ നിമിഷം മുതൽ മനുഷ്യന് ഈ ലോകവുമായി ബന്ധം അവസാനിക്കുന്നു. 2. ജനാസ യാത്ര. മരണം കഴിഞ്ഞാൽ ബന്ധുക്കൾ കരയും. എന്നാൽ മരിച്ചവൻ കേൾക്കുന്നത് ജനങ്ങളുടെ സംസാരവും കാലടികളുടെ ശബ്ദവുമാണ്. ജനാസ നമസ്കാരം കഴിഞ്ഞ് ഖബറിലേക്ക് കൊണ്ടുപോകപ്പെടും. അവിടെ എല്ലാവരും ഒരു നിമിഷം നിൽക്കും, പിന്നെ തിരിഞ്ഞു പോകും. പക്ഷേ മരിച്ചവൻ ഒറ്റയ്ക്കാകും. ഭാഗം 3. ഖബറിലെ ആദ്യ രാത്രി. ഇതാണ് മനുഷ്യൻ്റെ ഏറ്റവും നിർണായകമായ രാത്രി. ഇരുട്ട്, നിശബ്ദത, ഏകാന്തത. അപ്പോൾ 2 മലക്കുകൾ വരും, മുൻകൂർ നക്കീർ. അവർ 3 ചോദ്യങ്ങൾ ചോദിക്കും. 1. നിന്റെ രക്ഷിതാവ് ആര്? നിന്റെ മതം ഏത്? ഈ മനുഷ്യനെക്കുറിച്ച് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നീ എന്ത് പറയുന്നു എന്നൊക്കെ. സത്യവിശ്വാസി ആത്മവിശ്വാസത്തോടെ മറുപടി പറയും. പക്ഷേ കപടവിശ്വാസി ആശയക്കുഴപ്പത്തിലാകും. ഭാഗം 4. നല്ലവരുടെ ഖബർ. മറുപടി ശരിയായാൽ ഖബർ വിശാലമാകും. ജന്നാത്തിലെ ഒരു ജലാകം തുറക്കപ്പെടും. സുഗന്ധം വരും. ശാന്തി ലഭിക്കും. അവനോട് പറയപ്പെടും, വിശ്രമിക്കൂ, കിയാമത്ത് വരുന്നതുവരെ. 5. ഭാഗം 5. പാപികളുടെ ഖബർ. മറുപടി നൽകാൻ കഴിയാത്തവർക്ക് ഖബർ ഇടുങ്ങും. നരകത്തിലെ ഒരു ജലാകം തുറക്കപ്പെടും. ചൂടും ഭയവും വേദനയും അനുഭവപ്പെടും. ഇതാണ് ബർസഖിലെ ശിക്ഷയുടെ ആരംഭം. ഭാഗം 6. നമ്മെ രക്ഷിക്കുന്ന കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ നമ്മെ ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുമെന്ന് പഠിപ്പിച്ചു. 1. 5 നേരം നമസ്കാരം. പിന്നെ സൂറത്തുൽ മുൽക്ക് ഓതുക. ഖുർആനുമായി ബന്ധം നിലനിർത്തുക. സത്യസന്ധമായ തൗബ. മാതാപിതാക്കളെ ആദരിക്കൽ. ഹലാൽ സമ്പാദ്യം, ധനം നൽകുക എന്നിവയൊക്കെ. ഭാഗം 7. ഇന്നു തന്നെ തയ്യാറെടുക്കാം. മരണം പ്രായം നോക്കിയല്ല വരുന്നത്, ആരോഗ്യം നോക്കിയല്ല വരുന്നത്, സമ്പത്ത് നോക്കിയല്ല വരുന്നത്. അതിനാൽ ഇന്നു തന്നെ അല്ലാഹുവിലേക്ക് മടങ്ങുക. ഇന്ന് ഒരു നമസ്കാരം കൂടി ശ്രദ്ധയോടെ നിർവഹിക്കുക. ഇന്നൊരു പാപം വിട്ടു കളയുക. ഇന്നൊരു തൗബ ചെയ്യുക. പ്രിയ സഹോദരങ്ങളെ, ഖബർ എന്നത് കഥയല്ല, അത് നമ്മെ എല്ലാവരെയും കാത്തിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഈ ലോകം താൽക്കാലികം. ഖബർ പരലോകത്തിലേക്കുള്ള ആദ്യ പടിയാണ്. അള്ളാഹു നമ്മുടെ ഖബറുകൾ ജന്നാത്തിലെ ഒരു തോട്ടമാക്കട്ടെ. ഖബറിലെ ചോദ്യങ്ങൾക്ക് ശരിയായ മറുപടി പറയാൻ നമ്മെ സഹായിക്കട്ടെ. ഈമാനോടെ ജീവിക്കാനും ഈമാനോടെ മരിക്കാനും അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇത്തരത്തിലുള്ള കൂടുതൽ ഇസ്ലാമിക ഓർമ്മപ്പെടുത്തലുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ മറ്റൊരു ഹൃദയ